വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പെട്ടെന്ന് ആന്തരികമായി ഞാൻ കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട എന്റെ മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ നിമിഷം തന്നെ എല്ലാ അന്ധകാരവും പീഡകളും അപ്രത്യക്ഷമായി. എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് കവിഞ്ഞൊഴുകി. എന്റെ ആത്മാവിന്റെ സിദ്ധികളെല്ലാം പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഇതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, എന്റെ ആത്മാവ് അവിടുത്തെ സ്നേഹധാരയിലായിരുന്നെങ്കിലും എനിക്ക് അനുഭവപ്പെട്ട പീഡനങ്ങളുടെ അടയാളങ്ങൾ 2 ദിവസത്തേക്ക് കൂടി എന്റെ ശരീരത്തിൽ അവശേഷിച്ചു. മരിച്ചവരുടെ പോലെ വിളറിയ മുഖം, രക്തം കലങ്ങിയ കണ്ണുകൾ. ഞാൻ സഹിച്ചതെന്തെന്ന് ഈശോ മാത്രം അറിയുന്നു. സത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് തീർത്തും നിസ്സാരമാണ്. എനിക്കത് വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമല്ല. ഞാൻ വേറൊരു ലോകത്തിൽ നിന്ന് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനോടും എനിക്ക് വിരക്തി അനുഭവപ്പെട്ടു. ഒരു കുഞ്ഞ് തന്റെ അമ്മയുടെ മാറിൽ എന്ന പോലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാൻ പറ്റിച്ചേർന്ന് കിടന്നു. ഇപ്പോൾ ഞാൻ എല്ലാം വ്യത്യാസപ്പെട്ട് കാണുന്നു. ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് എന്റെ ആത്മാവിൽ ചെയ്തതിനെപ്പറ്റി ഞാൻ ബോധവതിയാണ്. അതിൽ ഞാൻ ജീവിക്കുന്നു. കഴിഞ്ഞുപോയ പീഡനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയന്നു വിറയ്ക്കുന്നു. ഞാൻ തന്നെ അതനുഭവിച്ചിരുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഇപ്രകാരം സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. ഇത് പൂർണ്ണമായും ഒരു ആത്മീയ സഹനമാണ്. എന്നിരുന്നാലും എല്ലാ സഹനങ്ങളിലും പീഡനങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരണം ഞാൻ മുടക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കരുതെന്ന് എനിക്ക് തോന്നിയ അവസരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി ഞാൻ ഡയറക്ടറസിനെ കണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ലെന്ന് തോന്നുന്നുവെന്ന വിവരം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. അനുസരണം മാത്രമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഡയറക്ടറസ് തന്നെ പിന്നീട് എന്നോട് പറഞ്ഞതിതാണ് എന്റെ പരീക്ഷണങ്ങളെല്ലാം വേഗം അവസാനിച്ചത്. സഹോദരി, അനുസരണയുള്ളവളായതുകൊണ്ട് മാത്രമാണ്, അനുസരണത്തിന്റെ ശക്തി കൊണ്ടാണ് നീ ഇതിൽ ഇത്ര ധൈര്യപൂർവ്വം കഠിനയത്നം ചെയ്തത്. കർത്താവ് തന്നെയാണ് എന്നെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷിച്ചതെന്നത് സത്യമാണെങ്കിലും അനുസരണത്തോടുള്ള എന്റെ വിശ്വസ്തത അവിടുത്തെ പ്രസാദിപ്പിച്ചു.